സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ഓഫ് കപ്പാസിറ്റർ ത്രൂ എ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ്. സോ നമ്മൾ ചാർജിങ്ങിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ സെയിം സർക്യൂട്ടിൽ തന്നെ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നിട്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്തിട്ടുണ്ട്. സോ ചാർജ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സർക്യൂട്ടിൽ ഇപ്പോൾ കപ്പാസിറ്റർ ഒരു മാക്സിമം ചാർജ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഒരു മാക്സിമം ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്, Q0 ആണ്. സോ Q0 ചാർജ് അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഡിസ്ചാർജ് ചെയ്യണം. സോ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇതിൽ കൂടെയൊക്കെ ലീക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, റെസിസ്റ്ററിൽ കൂടെയും ഇൻഡക്റ്റൻസ് കൂടെയും ലീക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്കവിടെ എങ്ങനെ അവിടെ ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് അത് കറക്റ്റ് Q0 0 ആയിട്ട് മാറുന്നില്ല. അവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ ടൈമിൽ ഒരു ചെറിയൊരു ടൈമിൽ എന്തുണ്ടാവുന്നുണ്ട്, ചാർജിന് ഒരു കുറവാണ് ഉണ്ടാവുന്നത്. അതെങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും എങ്ങനെയാണ് ചാർജ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Q എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ്. അതൊരു ഇൻസ്റ്റൻറ്റിൽ അവിടെ ഉണ്ടാകുന്ന ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റിനെ സ്മോൾ ലെറ്റർ ആയി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ മുന്നത്തെ ഡെറിവേഷനിൽ സർക്യൂട്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെയാണ് E ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയത് LdI/dt പ്ലസ് IR പ്ലസ് Q/C എന്ന് പറഞ്ഞിട്ടായിരുന്നു എക്സ്പ്രഷൻ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡിസ്ചാർജ് ചെയ്യാന്ന് പറയുമ്പോൾ ഇതെന്ത് ചെയ്യണം, നമ്മൾ ഓഫ് ചെയ്യണം. സോ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു EMF എന്തായിരിക്കും, 0 ആയിരിക്കും. സോ നമുക്കവിടെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ ഐനെ എന്തായിട്ട് എഴുതാം, dQ/dt എന്ന് എഴുതാം. അതുപോലെ തന്നെ DI/dtനെ d² Q/dt² എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എബോവ് ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കുക, LD² Q/dt² പ്ലസ് R dQ/dt പ്ലസ് Q/C ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് വരും. സോ നമ്മൾ മുന്നേ ചെയ്ത അതേ സെയിം ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അവിടെ എന്താണ് 0 വരുന്നുണ്ട് EMF എന്ന് മാത്രം. ആ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഡെറിവേഷൻസ് ചെയ്യുന്നത്. അതായത് നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുമ്പോൾ ഡിവൈഡഡ്/L എല്ലാ ഭാഗത്തേക്കും കൊടുക്കുകയാണ്. സോ അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്ത് വരും, d² Q/dt² വരും പ്ലസ് R/L dQ/dt എന്ന് പറഞ്ഞിട്ട് വരും പ്ലസ് Q/CL എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമ്മുടെ ഇതിപ്പോൾ ഒരു ഹോമോജീനിയസ് ഇക്വേഷനായിട്ട് മാറിക്കഴിഞ്ഞു. സോ ഇതിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിൽ R/Lന് എന്ത് കൊടുത്തു, 2B എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. 1/LCക്ക് ω0² എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നത് d² Q/dt² പ്ലസ് 2B dQ/dt പ്ലസ് ω0² Q ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ്. സോ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രയൽ സൊല്യൂഷൻ ആസ് ബിഫോർ തന്നെയാണ് എല്ലാ സ്റ്റെപ്പും. ട്രയൽ സൊല്യൂഷൻ എന്ത് കൊടുത്തു, Q ഇസ് ഈക്വൽ ടു AE⁴ αt എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ Q ഈക്വൽ ടു ഇതാണ് വാല്യൂ എന്നുണ്ടെങ്കിൽ dQ/dt ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, നേരത്തെ അതേ സെയിം കേസ് ആയത് കാരണം ഞാൻ αq എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. അതുപോലെ തന്നെ d² Q/dt² എന്നുള്ളത് എന്തായിരിക്കും, α² Q എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, α² Q പ്ലസ് 2β αq പ്ലസ് ω0² Q ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിൽ എല്ലാത്തിലും Q ഉണ്ട് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാണ്, Q 3 കേസിലും കട്ട് ചെയ്ത് കളയാണ്. കഴിഞ്ഞ കേസിൽ X ആയിരുന്നു, ഇവിടെ എന്താണ് Q ആണ്. α² പ്ലസ് 2β α പ്ലസ് ω0² ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ് ഈ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത്. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് ബേസിക്കായിട്ട് എന്താണ്, രണ്ട് പോസിബിൾ വാല്യൂസ് ഉണ്ട്, α1 അതുപോലെ തന്നെ α2. സോ α1 എന്താണ്, -B. നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മുന്നത്തെ സെയിം കേസ് റിപ്പീറ്റ് ആണ്, നിങ്ങളത് സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. എന്ത് വരിക, -B √B² മൈനസ് ω0² എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിൽ √B² മൈനസ് ω0² എന്ത് കൊടുക്കാം, M എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ -B പ്ലസ് M എന്ന് വരും. അതുപോലെ തന്നെ α2 എന്ന് പറയുന്നത് -B മൈനസ് M എന്ന് പറഞ്ഞിട്ട് വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് Q ഇസ് ഈക്വൽ ടു എന്താ,
a1 e raised to alpha 1t plus a2 e raised to alpha 2 t എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിൽ ആൽഫ 1നെ ആൽഫ 2നെ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ q ഈസ് ഈക്വൽ ടു a1 e raised to minus b plus m into t പ്ലസ് a2 e raised to minus b minus m into t എന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ മുന്നത്തെ അതേപോലെ തന്നെ നമ്മളിനിപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് a1 a2 കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ എടുക്കുകയാണ്. അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്ചാർജിങ് തുടങ്ങുന്ന സമയത്ത് t=0 ആവുന്ന സമയത്ത് ചാർജ് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, Q0 ആയി a1 e raised to എന്താ e raised to 0 എന്ന് വരും. അപ്പോൾ എന്താണ് 1 ആണ്. അതുപോലെ തന്നെ സെക്കൻഡത്തെ ടേമിലും e raised to minus b minus m into t എന്ന് പറയുന്നത് എന്താവും, e raised to 0 1 ആയിട്ട് മാറും. സോ നമ്മുടെ ഒരു ഇക്വേഷനായിട്ട് വന്നു. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സോ നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നുണ്ടായിരിക്കുക dq/dt is equal to a1 alpha 1 e raised to alpha 1 into t plus a2 alpha 2 e raised to alpha 2 into t എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആൽഫ 1നും ആൽഫ 2നും എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും, a1 ഇൻറ്റു b1 പ്ലസ് m e raised to ആൽഫ 1 t പ്ലസ് a2 മൈനസ് b മൈനസ് m ഇൻറ്റു e raised to ആൽഫ 2 t എന്ന് പറഞ്ഞിട്ട് വരും. സോ നമ്മുടെ ഇതിൽ ഇനീഷ്യൽ കണ്ടീഷൻ വരുന്നുണ്ടായിരിക്കും എന്താ, dq=0 ആകുമ്പോൾ t=0 ആകുമ്പോൾ dq/dt എത്രയാണെന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ഇപ്പോൾ dq എന്തായിരിക്കും, d0 ആയിരിക്കും. d0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണല്ലോ. അതായത് ഒരു സ്റ്റഡി എന്താ പറയുക, ചാർജ് എന്ന് പറയുന്നത് അതെന്താണ്, ഒരു ആണ്. സോ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ഇസ് 0. സോ നമുക്ക് dq/dtന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0 ഈസ് ഈക്വൽ ടു a1 b1 പ്ലസ് m പ്ലസ് a2 ഇൻറ്റു b1 അല്ല, ഇവിടെ മൈനസ് b ആണ് കേട്ടോ. ഒന്നുകൂടെ എഴുതാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് ഈ ഒരു ഇക്വേഷനിലാണ് കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നുണ്ടായിരിക്കുക എന്താണ്, a1 ഇൻറ്റു മൈനസ് b. ഞാൻ ഈ ഒരു എക്സ്പ്രഷനിലും b1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചേഞ്ച് ചെയ്യുക. ഇവിടെ എന്താണ്, മൈനസ് b ആണ് വരുന്നത്. സോ മൈനസ് b പ്ലസ് m പ്ലസ് a2 മൈനസ് b മൈനസ് m എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതെന്താണ് ഇക്വേഷൻ നമ്പർ 2. ഇതേപോലെ തന്നെ നമ്മളിനി എന്ത് ചെയ്യുക, 1 2 ഈ രണ്ട് എക്സ്പ്രഷനും എടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ അതിന് നമ്പർ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് a1 മൈനസ് a2 എന്ന് പറഞ്ഞിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഫസ്റ്റ് എന്ത് ചെയ്യുക, മൈനസ് b പ്ലസ് എം ഉണ്ട് കോമൺ ആയിട്ട്. അതുപോലെ തന്നെ ഇവിടെ മൈനസ് ബി മൈനസ് എം ഉണ്ട്. സോ ഇതിന് രണ്ടിനും കോമൺ ആണ് a1. ഇതിന് a1ഉം അതുപോലെ തന്നെ ഇതിന് a2. സോ ഞാനത് ആദ്യം സ്പ്ലിറ്റ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഈ ടേമിൽ മൈനസ് ബി ഉണ്ട്, ഈ ടേമിൽ മൈനസ് ബി ഉണ്ട്. സോ 0 ഈസ് ഈക്വൽ ടു മൈനസ് ബി കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഫസ്റ്റത്തെ ടേമിൽ a1, സെക്കൻഡത്തെ ടേമിൽ എന്താ a2 വരും. അതുപോലെ തന്നെ സെക്കൻഡ് ഞാൻ എടുക്കുന്നത് എം കോമൺ ആയിട്ടാണ്. സോ a1 മൈനസ് a2 എന്ന് പറഞ്ഞിട്ട് വരും. സോ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമ്പർ ചെയ്തിരിക്കുന്നത് എന്താണ്, a1 പ്ലസ് a2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് അല്ല Q0 എന്ന് പറഞ്ഞിട്ടാണ്. സോ അത് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, 0 ഈക്വൽ ടു മൈനസ് ബി Q0 പ്ലസ് എം ഇൻറ്റു a1 മൈനസ് a2 എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതെന്ത് ചെയ്യാം, നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാം a1 മൈനസ് a2 ഈസ് ഈക്വൽ ടു b ഡിവൈഡഡ് ബൈ m Q0 എന്ന് പറഞ്ഞിട്ടാണ്. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ ഇക്വേഷൻ നമ്പർ 1 ഏതായിരുന്നു, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ ഈ 1ഉം 2ഉം തമ്മിൽ ഞാൻ സോൾവ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും, സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീഅറേഞ്ച് ചെയ്ത് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് a1ൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q0/2 ഇൻറ്റു 1 പ്ലസ് b ബൈ m.
അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ A2 ഇസ് ഈക്വൽ ടു Q0/2 ഇൻറ്റു 1 മൈനസ് B/M എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. സോ എനിക്ക് A1ൻ്റെയും A2ൻ്റെയും വാല്യൂസ് കിട്ടി. സോ ഞാനത് എന്താണ് എൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ചാർജിൻ്റെ ഇക്വേഷനിൽ കൊടുത്തു. Q ഇസ് ഈക്വൽ ടു Q0 ഇൻറ്റു 1 പ്ലസ് B/M e റേസ് ടു മൈനസ് B പ്ലസ് M ഇൻറ്റു T പ്ലസ് Q0/2 ഇൻറ്റു 1 മൈനസ് B/M ഇൻറ്റു e റേസ് ടു മൈനസ് B മൈനസ് M ഇൻറ്റു T. സോ ഇതിൽ ഞാൻ എന്ത് ചെയ്യണം, കോമൺ ആയിട്ട് Q0 എടുക്കുകയാണ്, Q0/2 എടുക്കുകയാണ്. അതുപോലെ തന്നെ e റേസ് ടു മൈനസ് BT എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Q ഇസ് ഈക്വൽ ടു Q0 e റേസ് ടു മൈനസ് BT. ഇതിൽ എല്ലാ ടേമിലും കോമൺ ആയിട്ടതാണ്. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഫസ്റ്റത്തെ ടേം എന്ത് വരും, 1 പ്ലസ് B/M ഇൻറ്റു e റേസ് ടു MT വരും. സെക്കൻഡത്തെ ടേം 1 മൈനസ് B/M ഇൻറ്റു e റേസ് ടു മൈനസ് MT എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതാണ് എൻ്റെ എന്താണ് ഈ ഒരു ഡിസ്ചാർജിങ്ങിൻ്റെ കേസിൽ വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് ചാർജിൻ്റെ എക്സ്പ്രഷൻ വരുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പറയാം ഈ കപ്പാസിറ്റർ എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസിൻ്റെ പ്രസൻസിൽ എന്ന് പറഞ്ഞിട്ട്. സോ അത് മുന്നത്തെ കേസ് പോലെ തന്നെ ഇവിടെ എന്താണ് ഈ ബീൻ്റെ വാല്യൂവിനെയും എമ്മിൻ്റെ വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ചാർജ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്കിനി എന്ത് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചാർജിങ്ങിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതിൻ്റെ ഡിസ്ചാർജിങ്ങിൽ എങ്ങനെയാണ് സ്പെഷ്യൽ കേസസ് വരണമെന്ന് പറഞ്ഞിട്ട് നോക്കണം. സോ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് എന്താ, B² ഇസ് ഈക്വൽ ടു ω0². B² ഇസ് ഈക്വൽ ടു ω0² എന്ന് പറയുമ്പോൾ എന്ത് വരും, R² ഡിവൈഡഡ് ബൈ 4L² ഇസ് ഈക്വൽ ടു 1/LC എന്ന് പറഞ്ഞിട്ട് വരും. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ആ ഒരു എക്സ്പ്രഷന് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതായത് Q ഇസ് ഈക്വൽ ടു Q0 e റേസ് ടു മൈനസ് BT ഡിവൈഡഡ് ബൈ 2 കോമൺ ആയിട്ടുണ്ട്. അതിലെന്ത് ചെയ്യണം, ഞാൻ 1 പ്ലസ് B/M സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ടേം വരിക e റേസ് ടു MT വരും. സെക്കൻഡത്തെ ടേം B/M e റേസ് ടു MT എന്ന് പറഞ്ഞിട്ട് വരും. ദെൻ അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതാണെങ്കിൽ e റേസ് ടു മൈനസ് MT മൈനസ് B/M e റേസ് ടു മൈനസ് MT എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിൻ്റെ കേസിൽ എന്താണ്, നമുക്ക് എന്താണ് B² ഈക്വൽ ടു ω0² എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് M ഈസ് ഈക്വൽ ടു എന്താണ് 0ലേക്ക് ടെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. M ഇസ് ടെൻഡിങ് ടു 0. അപ്പോൾ ഇതിലത്തെ ഈ ഒരു നമ്മൾ മുന്നത്തെ അതേപോലെ തന്നെ ഈ ഒരു കേസ് എന്തായിട്ട് മാറും, ഇതിനെ e റേസ് ടു MT ഉണ്ട്, e റേസ് ടു മൈനസ് MT ഉണ്ട്, പ്ലസ് e റേസ് ടു മൈനസ് MT ഉണ്ട്. അപ്പോൾ അതിൽ e റേസ് ടു MT എന്താണ് ഈക്വൽ ടു 1 ആണ്, e റേസ് ടു മൈനസ് MT എന്താണ് ഈക്വൽ ടു 1 ആണ്. സോ അതൊന്ന് രണ്ടും എന്തായി, പ്ലസ് ആയി. അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് ടേംസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലിമിറ്റ് M ടെൻസ് ടു 0 B/M കോമൺ ആയിട്ട് എടുക്കാം. B/M കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ e റേസ് ടു MT മൈനസ് e റേസ് ടു MT മൈനസ് e റേസ് ടു മൈനസ് MT എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിൽ നമുക്ക് എന്താണ് 0 കൊടുത്തു കഴിഞ്ഞാൽ എൽ ഹോപ്പിറ്റൽ റൂൾ അനുസരിച്ചിട്ട് ഇതെന്തായിട്ട് മാറും, മുന്നത്തെ അതേ സെയിം കേസ് തന്നെയാണ്, 0/0 ഫോമിലാണ്. സോ എൽ ഹോപ്പിറ്റൽ റൂൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്കിതിന് കിട്ടുന്ന വാല്യൂ എന്താണ് 2BT ആണ്. സെയിം മുന്നത്തെ അതേ കേസ് തന്നെയാണ് കേട്ടോ. സോ അങ്ങനെയാവുന്ന സമയത്ത് ഈ ഒരു എക്സ്പ്രഷൻ ചാർജിൻ്റെ എക്സ്പ്രഷൻ മാറുന്നുണ്ടായിരിക്കും. Q ഇസ് ഈക്വൽ ടു Q0 1 പ്ലസ് BT e റേസ് ടു മൈനസ് BT എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് എൻ്റെ എക്സ്പ്രഷൻ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. സോ ഈ ഒരു എക്സ്പ്രഷനാണ് ഈ ഒരു സ്പെഷ്യൽ കേസിൽ വെൻ M ടെൻസ് ടു 0 അല്ലെങ്കിൽ B² ഈക്വൽ ടു ω0² എന്നുള്ള കേസിൽ ഉണ്ടാകുന്നത്. സോ ഇതെടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും, എക്സ്പോണൻഷ്യലി ആണ് ചാർജ് എന്ത് ചെയ്യുന്നത് അവിടുന്ന് പോകുന്നത്. അതായത് ഈ ഒരു കേസിൽ കപ്പാസിറ്റർ ഡിസ്ചാർജസ് എക്സ്പോണൻഷ്യലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു എക്സ്പ്രഷൻ എന്ന്. സോ അത് it represents critically damped discharge which is neither deadbeat nor oscillatory. അവിടെ രണ്ട് കേസും അല്ല വരെ എന്താണ് ക്രിട്ടിക്കലി അത് എന്ത് ചെയ്യാണ് ടാംപ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. സോ അതിന് നമുക്ക് ഫിഗർ നോക്കാം.
സോ ഈ ഒരു ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിൽ നമ്മളിപ്പോൾ കേസ് ഡിസ്കസ് ചെയ്ത് ക്രിട്ടിക്കലി ഡാമ്പിംഗ് ആണ്. സോ എക്സ് ആക്സിസിൽ ടൈം എടുത്തു, വൈ ആക്സിസിൽ ചാർജ് എടുത്തു. സോ ഒരു മാക്സിമം ചാർജിലാണ് അത് ഓൾറെഡി നിൽക്കുന്നത്. എത്രയാണ് Q0 എന്ന് പറയുന്ന ചാർജിലാണ് അത് നിൽക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ ഡാമ്പിംഗ് നടക്കുന്നത് നോക്കുകയും ഇങ്ങനെ എക്സ്പോണൻഷ്യലി കുറഞ്ഞിട്ടാണ് വരുന്നത്. ഇതിനാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കലി ഡാമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് കേസും കൂടെ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് കേസസ് ബി സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ ഒമേഗ നോട്ട് സ്ക്വയർ. ബി സ്ക്വയർ കൂടുതലാവുമ്പോൾ എന്ന് പറയുമ്പോൾ എന്ത് വരും, ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4L സ്ക്വയർ. അതായത് അവിടുത്തെ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇസ് ഗ്രേറ്റർ ദാൻ 1/LC ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡാമ്പിംഗ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കാം. സോ നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ എടുക്കുകയാണ്. സോ എക്സ്പ്രഷൻ ഇതാണ്, എന്താ, Q is equal to Q0 e raised to minus BT divided by 2 into e raised to MT plus e raised to minus MT, ഫസ്റ്റത്തെ ടേം, പ്ലസ് B by M e raised to MT മൈനസ് ഇ റേസ് ടു എം ടി എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. സോ ഈ എക്സ്പ്രഷനിൽ നമ്മൾ മുന്നത്തെ എന്താണോ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എപ്പോഴും ചെയ്യുന്നത്. അതായത് 2 എന്ത് ചെയ്യാണ്, ഉള്ളിലേക്ക് എടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ 2 ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ എം എന്ത് ചെയ്യാണ്, പുറത്തേക്ക് എടുക്കുകയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഫസ്റ്റത്തെ Q is equal to Q0 e raised to minus BT. ഞാൻ ആദ്യം 2 ഉള്ളിലേക്ക് എടുക്കുകയാണ്. സോ e raised to MT plus e raised to minus MT by 2 എന്ന് പറഞ്ഞിട്ട് വരും. പ്ലസ് B by M e raised to MT മൈനസ് e raised to minus MT ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിലെന്താണ്, ഈ ഒരു ഇ റേസ് ടു എം ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എം ടി ബൈ 2 എന്ന് പറയുന്നത് കോസ് എച്ച് എം ടി ആണ്. അതുപോലെ തന്നെ ഇ റേസ് ടു എം ടി മൈനസ് ഇ റേസ് ടു എം ടി ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, സൈൻ എച്ച് എം ടി ആണ് കേട്ടോ. ഇവിടെയും കോസ് എച്ച് എം ടി ആണ്. സോ ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും Q is equal to Q0 e raised to minus BT into cos h mt plus B by M sin h mt എന്ന് പറഞ്ഞിട്ട്. സോ ഇതാണ് എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുക. സോ നമുക്കിവിടെ കോമൺ ആയിട്ട് എം എടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, അതായത് ഡിവൈഡഡ് ബൈ എം, ഈ ഡിവൈഡഡ് ബൈ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ Q is equal to Q0 e raised to minus BT ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ഫസ്റ്റത്തെ ടേമിൽ എം ആഡ് ചെയ്യണം അല്ലേ. സോ എം ഇൻറ്റു കോസ് എച്ച് എം ടി പ്ലസ് ബി സൈൻ എച്ച് എം ടി. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരിക. സോ ഈ ഒരു എക്സ്പ്രഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ടൈമിൽ ഞാൻ ഡിസ്ചാർജ് നടക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് എടുത്ത് നോക്കിയാൽ അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂവിൻ്റെ ഇത്രയ്ക്കുമായിരിക്കും. ഇതാണ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ ഇത് മൾട്ടിപ്ലൈഡ് ആയിരിക്കും. സോ ഈ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കേ, ഇതെന്ത് ഫങ്ഷൻസ് ആണ്, ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആണ്. സോ നമ്മൾ മുന്നത്തെ കേസ് പോലെ തന്നെ ഞാൻ ടൈം എടുക്കുന്ന സമയത്ത്, അതായത് ടൈം പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറയുന്ന വാല്യൂ എന്താണ്, പെട്ടെന്ന് തന്നെ 0 ആവുന്നുണ്ട്. ഇത് ഇൻഫിനിറ്റ് ആവും. അതായത് കോസ് എച്ച് എം ടി എന്ന് പറയുന്നത് എന്തിലേക്കാണ്, ടൈം കൂടുന്തോറും ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യണതാണ്. പക്ഷെ അത് ടെൻഡ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ ഇ റേസ് ടു മൈനസ് ബി ടി എന്ത് ചെയ്യുന്നുണ്ട്, 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ദി പ്രോഡക്റ്റ് ഓഫ് 2 ഫങ്ഷൻസ് ഡിക്രീസസ് വിത്ത് ടൈം. അപ്പോൾ നമുക്കെന്ത് പറയാം, അസിംപ്റ്റോട്ടിക്കലി എന്താവുകയാണ്, അവിടെ ഈ ഒരു ചാർജ് ഓൺ ദി കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഡിക്രീസ് ആയി പോവുകയാണ്. അസിംപ്റ്റോട്ടിക്കലി നിങ്ങൾ ആ ടേംസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് 0 ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ. സോ ഒരു സൈനിനൊരു ചേഞ്ചും വരുത്താതെ എന്ത് ചെയ്യാണ്, ചാർജ് അവിടെ ഡിക്രീസ് ആയി വരുന്നു. അത് പെട്ടെന്ന് അത് എന്ത് ചെയ്യാണ്, ടാമ്പി എന്ന് വെച്ചൊരു തടസ്സം. എന്താ, നമ്മളിപ്പോൾ ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫസ്റ്റ് ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരിക്കും.
ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. പിന്നെ അത് കുറഞ്ഞിട്ട് 0 ആയി പോകും. അതേപോലെ തന്നെ ഡാമ്പിങ് നമ്മൾ എന്താ പറയുക തുടക്കത്തിൽ കൂടുതലായിരിക്കും, പിന്നെ എന്ത് ചെയ്യും കുറഞ്ഞിട്ട് വന്നു. ഇത് അസിംപ്റ്റോട്ടിക്കലി അതെന്താവാണ് 0 ആണ്. അതെന്തല്ല ഓസിലേറ്ററി അല്ല, അതുപോലെ തന്നെ പീരിയോഡിക് ആണോ അല്ല, കാരണം ഹൈപ്പർബോളിക് ഫംഗ്ഷനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഓവർ ഡാംപ്ഡ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓവർ ഡാമ്പിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്, ഓവർ ഡാംപ്ഡ്, അല്ലെങ്കിൽ അതിന് പറയുന്നത് ഡെഡ് ബീറ്റ്. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. അതായത് ഡെഡ് ബീറ്റിൻ്റെ ഒരു എക്സ്പ്രഷൻ ഫിഗർ നോക്കിക്കേ, ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ എന്താണ് ഒരു 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, ടാമ്പിങ് ചെയ്തിട്ട് പോകുന്നുണ്ട്. സോ അതാണ് എന്ത് ഈ ഒരു സെക്കൻഡത്തെ സ്പെഷ്യൽ കേസ് വരുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, ഇനി തേർഡ് കേസും കൂടെ ഡിസ്കസ് ചെയ്യാം. സോ തേർഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്, തേർഡ് കേസ് B² ഇസ് ലെസ് ദാൻ ω0². അതായത് R²/4L² ഇസ് ലെസ് ദാൻ 1/LC. സോ നമുക്ക് ഇമാജിനറി കേസാണ് ഇവിടെ വരിക. അതായത് എം എന്ന് പറയണത് എന്താണ്, B², എം എന്ന് പറയണത് √B² - ω0² ആണ്. ബട്ട് ഇതിൽ ഈ ഒരു വാല്യൂ ചെറുതാണെന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Iω എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M = Iω എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ എടുക്കുകയാണ്. സോ ആ ഒരു എക്സ്പ്രഷൻ എടുക്കുമ്പോൾ എന്താ എക്സ്പ്രഷൻ, Q = Q0 e⁻ BT divided by M into 1 + B/Iω. എമ്മിന് പകരം എന്താണ് Iω എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, e⁻⁻t എമ്മിന് പകരം പ്ലസ് 1 - B/Iω ഇൻറ്റു e⁻⁻t എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എമ്മിന് നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, ഇവിടെ എം അല്ല കേട്ടോ, ഇവിടെ വരുന്നുണ്ടായിരിക്കും 2 ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, 2നെ ഉള്ളിലേക്ക് എടുക്കണം. സോ അതിന് മുന്നേ നമുക്ക് ഈ ഒരു ടേംസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് Q = Q0 e⁻BT. ഇതിനെന്ത് ചെയ്യുക, ഫസ്റ്റ് ടേംസ് എടുക്കുമ്പോൾ e⁻Iωt എന്ന് വരും. അതായത് 1 × e⁻Iωt പ്ലസ് e⁻−Iωt. ദെൻ അടുത്ത ടേംസിൽ B/Iω കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ B/Iω ഇൻറ്റു e⁻Iωt മൈനസ് e⁻Iωt എന്ന് പറഞ്ഞിട്ട് വരും നമ്മുടെ എക്സ്പ്രഷൻ. സോ ഇതിലെന്ത് ചെയ്യാം, എനിക്ക് 2 കോമൺ ആയിട്ട് 2 രണ്ട് ടേംസിലേക്കും എടുക്കാം. ഇവിടെ ഒരു /2 ഉണ്ട്, ആ ഒരു 2 എന്ത് ചെയ്യാൻ രണ്ടിലേക്കും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Q = Q0 e⁻−BT ഇൻറ്റു ഫസ്റ്റത്തെ ടേം എന്ത് വരും, e⁻Iωt പ്ലസ് e⁻−Iωt ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് വരും. പ്ലസ് സെക്കൻഡത്തെ ടേം എന്താ വരിക, B/ω e⁻Iωt മൈനസ് e⁻−Iωt. ഇവിടെ ഓൾറെഡി ഒരു I ഉണ്ട്, അപ്പോൾ 2I എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, ഓരോ ഫങ്ഷൻസിനെയാണ്. e⁻Iωt പ്ലസ് e⁻−Iωt/2 എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, cos ωtനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ e⁻Iωt മൈനസ് e⁻−Iωt/2i എന്ന് പറയുന്നത് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് sin ωtനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q = Q0 e⁻−BT ഇൻറ്റു എനിക്കെന്ത് വരും, cos ωt എന്ന് പറഞ്ഞിട്ട് വരും, പ്ലസ് B/ω sin ωt എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഡിവൈഡഡ് ബൈ ω എന്നുള്ളതുണ്ടല്ലോ, അത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്.
അപ്പോൾ Q ഇസ് ഈക്വൽ ടു Q0 e റേസ് ടു മൈനസ് ബി ടി. ഞാൻ ഒമേഗ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ ഇവിടെ ഫസ്റ്റത്തെ ടേമിൽ എന്ത് ചെയ്യണം, ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യണം. ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി പ്ലസ് ബി ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതാണ് എൻ്റെ എക്സ്പ്രഷൻ. ഇപ്പോൾ ഈ എക്സ്പ്രഷൻ എടുത്ത് നോക്കുമ്പോൾ ഓരോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഓരോ സെക്കൻഡിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു മാക്സിമം വാല്യൂവിൻ്റെ ഈ ഒരു മൾട്ടിപ്ലൈഡ് വേർഷനാണ്. സോ ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണ്, കോസ് ആൻഡ് സൈൻ ഫംഗ്ഷനാണ്. കോസ് ആൻഡ് സൈൻ ഫംഗ്ഷൻസ് പീരിയോഡിക് ആൻഡ് ഇറ്റ്സ് ഓസിലേറ്ററി ഫംഗ്ഷൻസ്. സോ ഓസിലേറ്ററി ഫംഗ്ഷൻസ് ആണെന്ന് നമുക്കറിയാം. സോ അതിന് മുന്നേ ഈ ഒരു ലാർജ് ടേമിനെ നമുക്ക് വേണം ഇനി എന്ത് ചെയ്യാം, ചെറുതാക്കാം. നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഒമേഗ ബൈ ഒമേഗ നോട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സൈൻ തീറ്റ എന്ന്. അതുപോലെ തന്നെ ബി ബൈ ഒമേഗ നോട്ടിന് കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷന് Q ഇസ് ഈക്വൽ ടു Q0 ഒമേഗ നോട്ട് ഇ റേസ് ടു മൈനസ് ബി ടി ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇപ്പോൾ ഇവിടെ സൈൻ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, കോസ് ഇല്ല, സൈൻ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാവും ഈ ചാർജ് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നത്, ഓസിലേറ്റ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അത് തന്നെ എബൌട്ട് സീറോ വാല്യൂ ബിക്കോസ് ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഈ ഒരു ടേം കാരണം കൊണ്ട് അവിടെ ഓസിലേറ്റ് ചെയ്തിട്ട്, അതായത് സീറോൻ്റെ എബൌട്ടായി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓസിലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദി സെയിം ടൈം ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ, അതായത് ഇതെന്താണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷനാണ്. ഇതെന്താണ്, ഗോസ് ഓൺ ഡിക്രീസിങ് വിത്ത് ടൈം. അതെന്തുകൊണ്ടാണ് ഡിക്രീസ് ആയിട്ട് വരുന്നത്, ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറയുന്നത് ടൈം കൂടുന്തോറും ആ ഒരു ഇ റേസ് ടു മൈനസ് ബി ടി എന്തായി മാറും, സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. സോ ഈ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, സീറോയിലേക്ക് ടെൻഡ് ചെയ്യുക ചെയ്യുന്നത്. സോ ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും, കുറഞ്ഞു കൊണ്ടിട്ട് വരും. ഇതുതന്നെയാണ് നമ്മൾ പ്രീവിയസ് ചാർജിങ്ങിൻ്റെ കേസിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഫസ്റ്റൊക്കെ ഡാമ്പിങ് കൂടിയിട്ടായിരുന്നു, പിന്നെ എന്ത് ചെയ്തു, കുറഞ്ഞു വന്നു. ആ ഒരു കുറയുന്നതിന് ഏതായാലും ടേം വരുന്നത്, ഈ ഒരു കോഎഫിഷ്യൻറ്റിലെ ഈ ഒരു എക്സ്പോണൻഷ്യലിൻ്റെ ടേമാണ് ഈ ഒരു കുറയുന്നതിനുള്ള റീസൺ. So the process is continuous till the charge becomes zero ആണ് വരെ എന്ത് ചെയ്യും, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമുക്ക് ഇതിനെ സെയിം ആസ് ബിഫോർ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്ത് വരും, 1/2π ഇൻറ്റു റൂട്ട് ഓഫ് 1/LC ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഡിവൈഡഡ് ബൈ 4L² വരും. അല്ലെങ്കിൽ R വളരെ സ്മോളർ ആണെന്നുണ്ടെങ്കിൽ 1/2π ഇൻറ്റു റൂട്ട് LC എന്ന് പറഞ്ഞിട്ട് വരും. സോ ഇതാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി വരുന്നുണ്ടായിരിക്കുക. സോ നമ്മളിതിൻ്റെ ഫിഗർ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഫിഗർ വരിക. സോ ഫിഗർ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് ഡാംഡ് ഓസിലേറ്ററി കേസ്, നമ്മൾ ലാസ്റ്റ് ഹാൻഡിൽ ചെയ്ത കേസ്. ഇതിങ്ങനെ സീറോ ആയിട്ട് വരും, ബട്ട് ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ കുറഞ്ഞു അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ ഉണ്ടോ, അങ്ങനെ കുറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, സീറോ ആകുന്നത്. നമ്മൾ ഇതന്നെ ചാർജിങ്ങിൻ്റെ കേസിൽ നമുക്ക് വന്നത് ഇതേപോലെ ഇൻക്രീസ് ആയിട്ട് കുറഞ്ഞു. സോ ഇതാണ് ഓസിലേറ്ററി ഡാമ്പിങ്ങിൻ്റെ ഫിഗർ വരുന്നുണ്ടായിരിക്കുക. ഐ മീൻ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, നമ്മൾ ഇതുവരെയായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു, ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് LCR സർക്യൂട്ടാണ്. സോ ഇതിൽ ഡിസ്ചാർജിങ് നോക്കിയപ്പോൾ അതിൽ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3 സ്പെഷ്യൽ കേസസ് ഇതിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റത്തെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും, ഡാംഡ് ഓക്സിലേറ്ററി ആയിട്ടുള്ളാണ് ഡിസ്ചാർജിങ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതിൻ്റെ കുറച്ചൊരു അഡീഷണൽ ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ ഓഫ് EM വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതായത് ഈ ഒരു LCR സർക്യൂട്ടിൽ ഈ ഒരു ഓസിലേറ്ററി നേച്ചർ ഉണ്ട് ഒരു സ്പെഷ്യൽ കേസിൽ എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ആ ഒരു ഇക്വേഷൻ എടുക്കാം. ദാറ്റ് ഈസ് Q ഇസ് ഈക്വൽ ടു Q0 omega naught e raised to minus bt divided by omega into sine of omega t plus theta. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഡാംഡ് ഓസിലേറ്ററിയുടെ. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ വളരെ കുറവായിട്ടാണ് എടുക്കുന്നത് വിചാരിക്കുക. റെസിസ്റ്റൻസ് കുറവായിട്ട് എടുക്കുന്ന സമയത്ത് ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറയുന്ന ടേം, അതായത് ബി എന്ന് പറഞ്ഞാൽ എന്താണ്,
R/2L ആണ്. സോ ദാറ്റ് ഇസ് ഇൻറ്റു ടി. സോ ഇതിൽ R വളരെ സ്മോളർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം എക്സ്പോണൻഷ്യൽ 0 എന്ന് പറഞ്ഞിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഈ ഒരു ടേം മൊത്തം എന്ത് ചെയ്യാം, എനിക്ക് 1 ആയിട്ട് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാണ്? Q is equal to Q naught omega naught divided by omega sin of omega t plus theta എന്ന് പറഞ്ഞിട്ട് വരും. സോ അപ്പോഴും ഇതെന്ത് തന്നെയാണ്, ഒരു സൈൻ ഫങ്ഷൻ തന്നെയാണ്. അതായത് ആ ഒരു ടൈം ആക്സിസിൽ നിങ്ങൾ ആ ഡിസ്ചാർജിങ്ങിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓസിലേറ്റ് ചെയ്യണത് ഇങ്ങനെ താഴോട്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് then എന്താണ് ഇങ്ങനെ ടാമ്പിങ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. 0 അത് കറക്റ്റ് 0 ആവുന്നില്ല, അത് പ്ലസിലേക്കും മൈനസിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതിലെന്തില്ല, എക്സ്പൊണൻഷ്യൽ ടേം കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ബാക്കി എന്നാലും എന്തുണ്ട്, ആ ഒരു പീരിയോഡിക് അല്ലെങ്കിൽ ഓസിലേറ്ററി നേച്ചർ അവിടെ തന്നെ ഉണ്ട്. സോ ആ ഒരു ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, mu is equal to 1 divided by 2π into root of LC എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഇവിടെ റെസിസ്റ്റൻസ് നമ്മളെന്താണ് വളരെ സ്മോളർ ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് അവിടെ എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കപ്പാസിറ്റർ, ഇൻഡക്ടർ, റെസിസ്റ്റൻസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു അതിൽ എന്തില്ല, ഒരു ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. ബട്ട് കപ്പാസിറ്ററിനും ഇൻഡക്ടൻസിനും കേസിൽ അങ്ങനെയല്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് സ്റ്റോർ ചെയ്യും, അതിനനുസരിച്ചുള്ള എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു ഡിസ്ചാർജിങ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു സൈൻ ഫംഗ്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, ചാർജസ് ഡിസ്ചാർജ് ചെയ്യണത്. സോ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്, പീരിയോഡിസിറ്റി ഉണ്ട്. സോ നമുക്ക് പറയാം ഫ്രം ദിസ് ഇക്വേഷൻ ദി ചാർജ് ഓൺ ദി കപ്പാസിറ്റർ വേരീസ് പീരിയോഡിക്കലി. അതായത് പ്ലസ്സിലേക്കും മൈനസും ചാർജസിൽ ആൾട്ടർനേറ്റീവായി പോകുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ചാർജ് പിന്നെ താഴോട്ട് പോകുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ചാർജ് കാണിക്കുന്നുണ്ട്, പിന്നെ താഴോട്ട് പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നത്. സോ അത് നമുക്ക് എന്ത് പറയാം, ദി പ്ലേസ് ഓഫ് ദി കപ്പാസിറ്റർ അക്വയറിങ് ആൾട്ടർനേറ്റീവ്ലി പ്ലസ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അതായത് പീരിയോഡിസിറ്റി അവിടെ വരുന്നത് കാരണം കൊണ്ട് നമുക്ക് ആ കപ്പാസിറ്ററിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. എന്നിട്ട് 2 പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്. സോ അതിൻ്റെ ചാർജസ് എന്താണ്, മാറിക്കൊണ്ടിരിക്കുക. ആ ഒരു ഓസിലേറ്ററി നേച്ചർ കാരണം കൊണ്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഡാംഡ് ഓസിലേറ്ററി ആയിട്ട് തന്നെ നടക്കുന്നത്, അവിടെ ഡിസ്ചാർജ് നടക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു തവണയല്ല, എന്നാൽ പലതവണ ഒരു സീരീസ് ഓഫ് ഡിസ്ചാർജ് ആയിട്ടാണ് നടക്കുന്നുണ്ടായിരിക്കുക. സോ ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ ഡിസ്ചാർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് പോവുകയാണ്. അതായത് കപ്പാസിറ്റർ നമ്മൾ ആദ്യം ചാർജ് ചെയ്ത് വെച്ചു. അപ്പോൾ അവിടെ മൊത്തം ഫീൽഡിൽ എന്തുണ്ട്, എനർജി സ്റ്റോർഡ് ആണ്. നമുക്കറിയാതെ എങ്ങനെയാണ് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ½ C/V² എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് 2 പാരലൽ പ്ലേറ്റ്സ് ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ ഫിഗർ എടുത്ത് നോക്കിയാൽ 2 പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഫീൽഡ് ഉണ്ടായിരിക്കും. ഈ ഫീൽഡിലാണ് നമ്മൾ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫീൽഡ് എന്താ, ഇലക്ട്രിക് ഫീൽഡ്. കാരണം ഒന്ന് പ്ലസ് ചാർജും ആയിരിക്കും, ഒന്ന് എന്തായിരിക്കും, മൈനസ് ചാർജും ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ചാർജസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ നിന്ന് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതായത് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് ഇൻഡക്ടർ വെച്ചിട്ടുണ്ടല്ലോ, ഇൻഡക്ടറിൽ മാഗ്നറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഈ ½ CV² മാറിയിട്ട് അവിടെ എന്താവും, ½ LI² ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇൻഡക്റ്റൻസിൻ്റെ മാഗ്നറ്റിക് എനർജി ആയിട്ട് മാറിയും. സോ ആ ഒരു ഡിസ്ചാർജിങ് ഓസിലേറ്ററി ആയത് കാരണം കൊണ്ട് എന്താണ് ഇങ്ങനൊരു എഫക്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കും, ആൾട്ടർനേറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇൻഡക്ടറിൻ്റെ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതുപോലെ തന്നെ എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിലും എന്ത് വരുന്നുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട്. സോ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ വേരിയിങ്. അതിന് നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയാം. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഡയറക്ഷനിൽ എന്താണ് മ്യൂച്വലായിട്ട് വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയാം. സോ ഈ ഒരു സർക്യൂട്ടിൽ, ഈ ഒരു കേസിൽ, ഈ ഒരു കണ്ടീഷനിൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ these waves form the basis of wireless telegraphy. അപ്പോൾ അവിടെ EM വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് വയർലെസ് ടെലിഗ്രാഫി അറിയുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ടൈമിൽ മാർക്കോണിയൊക്കെ ഇൻവെൻറ്റ് ചെയ്തതാണ് ടെലിഗ്രാഫി. സോ അതിലൊക്കെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്.